വിശദമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ദൗത്യ സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ഭൂമിയിലിറങ്ങി. ഇന്ത്യൻ സമയം 2:12 ക്രൂ 11 സംഘവുമായി കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നു. റാസിൻ, അങ്ങനെ ക്രൂ 11 സംഘം ഇപ്പോൾ ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരി അടക്കമുള്ള 4 അംഗ സംഘവുമായി ബഹിരാകാശ നിലയിൽ നിന്നും നാസയുടെ ക്രൂ 11 ദൗത്യ സംഘം മടങ്ങി ഭൂമിയിൽ തിരിച്ചെത്തി എന്നതാണ് ഏറെ സന്തോഷകരമായ വാർത്ത. ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:12 ക്രൂ 11 സംഘവുമായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകം കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഡിക്കൽ ആവശ്യം കാരണം ഒരു അർജന്റ് ഇവാക്വേഷൻ, അതായത് ഒരു ദൗത്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഒരു അർജന്റ് ഇവാക്വേഷൻ ഒരു പേടകം വിധേയമാകുന്നത് എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഓസ്ട്രേലിയക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു ബഹിരാകാശ നിലയിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. ശേഷം 10.5 മണിക്കൂർ സമയമെടുത്താണ് ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്, കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് പേടകത്തെ വീണ്ടെടുത്ത് യാത്രക്കാരെ സുരക്ഷിതമായി കരയിലെത്തിക്കും. 4 ബഹിരാകാശ സഞ്ചാരികളെയും വിശദമായ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കും. ഇതിലൊരാൾക്കാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഒരാൾക്കാണ് ആരോഗ്യ പ്രശ്നം നേരിട്ടത്. ഈ കാരണം മൂലമാണ് ദൗത്യം വെട്ടിച്ചുരുക്കി അർജന്റ് ഇവാക്വേഷന് പേടകം വിധേയമാക്കിയത്. എന്തായാലും ദീപ്തി, 2025 ഓഗസ്റ്റ് 1 ക്രൂ 11 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഇവരുടെ ദൗത്യം. എന്നാൽ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുൻപായി 4 അംഗ സംഘത്തിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടു. ഇതിനെ തുടർന്ന് 165 ദിവസം പൂർത്തിയാക്കി 6 മാസം എന്ന ഫെബ്രുവരിയിലാണ് 6 മാസം പൂർത്തിയാവുക. ഈ 6 മാസം പൂർത്തിയാക്കാതെ 165 ദിവസത്തിനുള്ളിൽ ദൗത്യം വെട്ടിച്ചുരുക്കി തിരിച്ചെത്താൻ നാസ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ തിരിച്ചുവരവ്. എന്നിരുന്നാലും അന്താരാഷ്ട്ര, അതായത് ബഹിരാകാശ യാത്രികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അർജന്റ് ഇവാക്വേഷൻ. എന്തായാലും ഇന്ന് 4:15 നാസ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. ഈ വാർത്താ സമ്മേളനത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ജാരറ്റ് ഐസക്മാൻ കൂടുതൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഇതൊരു ചരിത്ര ദൗത്യം തന്നെയാണ് ദീപ്തി. തീർച്ചയായും. എന്തായാലും ഇതിൻ്റെ ദൃശ്യങ്ങളുണ്ട്, അതിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ദൗത്യ സംഘത്തെയും വഹിച്ചുള്ള ഡ്രാഗൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 2:12 ക്രൂ 11 സംഘവുമായി കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ഇതിൽ ഒരു സഞ്ചാരിക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ പ്രശ്നം നേരിട്ടതിനെ തുടർന്നാണ് ഈ ഒരു സഞ്ചാരികളെ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യത്തിന് തീരുമാനിച്ചത്. ആദ്യമായാണ് ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ നടക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ക്രൂ 11 സംഘം കാലിഫോർണിയയിൽ തീരത്ത് സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. റാസിൻ അൻവറാണ് വിവരങ്ങൾ നൽകിയത്.